ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ കുറേ നാളായി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് റൂം മേക്ക് ഓവർ ചെയ്യണമെന്ന്. സോ ദിസ് ഈസ് ദ ടൈം. ഈ വീഡിയോ ഒരു 3 പാർട്ടാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് 3 സ്ഥലത്താണ് മേക്ക് ഓവർ ചെയ്യാനുള്ളത്. അപ്പം ഓരോന്നും ഓരോ പാർട്ടിലായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. ആ ഡെസ്ക് ഏരിയയുടെ സൈഡിലുള്ള വോൾ ഓൾമോസ്റ്റ് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വോൾ മാത്രം നമ്മൾ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വോൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതിലിരിക്കുന്ന ഓരോ സാധനങ്ങളും എൻ്റെ ഓരോ വീഡിയോസ് വഴി നിങ്ങൾ എന്തായാലും കണ്ടു കാണും. ശരിക്കും പറഞ്ഞാൽ ഈ വോൾ ഇങ്ങനെ ആയിരുന്നില്ല. ഇതിന്റെ രണ്ടാമത്തെ മേക്ക് ഓവർ ആണ്. ആദ്യത്തത് ഞാൻ കാണിച്ചു തരാം. ഒരു 5-6 മാസം മുന്നേ വരെ നമ്മുടെ റൂം ഈ ഒരു ലുക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു ഫുള്ള് ബ്ലൂ കളർ ആയിരുന്നു. അത് ഞാൻ രണ്ടാമത് പെയിന്റ് ചെയ്തിട്ടാണ് വൈറ്റ് കളർ ആക്കിയത്. പിന്നെ ബെഡിന്റെ അലമാരയുടെയും പൊസിഷൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങളായിരുന്നു നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് എനിക്കൊരു മൂവി കോർണർ ആക്കണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ സ്പൈഡർമാൻ ആ ഒരു സംഭവമൊക്കെ തീമോടെ സെറ്റ് ചെയ്ത് തുടങ്ങിയത്. തുടക്കത്തിലൊന്നും തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ സാധനങ്ങളും ആഡ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ഫൈനലിൽ കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി കാടിളകി വരുന്ന ഫീലാണ് എനിക്ക് തോന്നിയത്. അതിപ്പോൾ എന്താ പറയുക, ഭയങ്കര ബ്രൈറ്റ് കളേഴ്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു എസ്തെറ്റിക്സിന് മാച്ച് ആവാത്ത പോലെ തോന്നി. പിന്നെ അങ്ങനെ ഞാൻ ആലോചിച്ചതെല്ലാം ഉരുമാറ്റിട്ട് പുതുതായിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്താലൊന്ന്. പക്ഷെ അപ്പോഴും ഉള്ള നമ്മുടെ മെയിൻ പ്രശ്നം സമയം തന്നെയാണ്. കാരണം എനിക്ക് പോകാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പകുതിക്ക് എങ്ങാനും വെച്ച് പോകേണ്ടി വന്നാലേ ദവാൾസൊക്കെ ഇതിങ്ങനെ ഇരിക്കും. സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് ബെഡിന്റെ മേലെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതായിരുന്നു നമ്മുടെ ബെഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ സാധനങ്ങളൊന്നും തന്നെ ഇനി ഈ വോളിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്ക് ഓവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചെറുതായിട്ടൊരു കോസി എഫക്റ്റ് കിട്ടുകയും വേണം. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഫസ്റ്റ്ലി നമുക്കൊരു ഫോട്ടോ ഹാങ്ങർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു എന്തായാലും കണ്ടു നോക്കാം. നിങ്ങൾക്ക് അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു അടിപൊളി സംഭവമായിരുന്നു ഇത്. കാരണം എനിക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ തന്നെ കാണാനേ നല്ല ഭംഗിയാണ്. അപ്പോൾ കുറച്ച് ലൈറ്റും കൂടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി രസമുണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. ബട്ട് ഇറ്റ് ആക്ച്വലി സ്റ്റോൾ മൈ ഹേർട്ട് ഫോർ ഷുവർ. രാത്രിയിൽ കാണാൻ വേണ്ടി കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ തൽക്കാലം നിവർത്തിയില്ല. ഇത് നമ്മൾ ആദ്യമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ മൂവി പോസ്റ്റേഴ്സാണ്. നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും മനസ്സിലാവും. അത് നമ്മൾ ഇവിടെ എടുത്ത് യൂസ് ചെയ്തു. അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ വോളൊന്ന് ഫില്ലാക്കി കിട്ടണം എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ നേരത്തെ പോലെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യണ്ട, എന്നാലും ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ ഗ്യാപ്പൊക്കെ വന്നിട്ടാണെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫൈനലി ഗാർലൻസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നല്ല ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അഫോർഡബിൾ ആയിരിക്കണം, എന്നാൽ നല്ല കോസി ലുക്ക് കിട്ടുന്ന ടൈപ്പ് ഒരു മേക്ക് ഓവർ ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അഫോർഡബിൾ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ കൂടുതലും DIYs ആയിരിക്കും യൂസ് ചെയ്യാറുള്ളത്. ഇത്തവണ റൂം മേക്ക് ഓവറിനെ പറ്റി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളത്. ഈ DIYs ഒക്കെ ചെയ്ത് റൂം മേക്ക് ഓവർ ചെയ്യുന്നത് വളരെ ടൈം കൺസ്യൂമിങ് ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ ഫൈനൽ ലുക്ക് ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തത്തില്ല. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. പിൻട്രസ്റ്റ് സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിരുന്നു ഈ ഒരു ഐഡിയ കണ്ടത്. ഈ ഫ്ലവേഴ്സൊക്കെ വോളിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സംഭവം. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് നമുക്ക് കുറച്ച് വൈറ്റ് കളർ റോസസ് ഉണ്ടാക്കിയെടുക്കാമെന്നായിരുന്നു. കാരണം ഇതിൻ്റെ ഉള്ള കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴോ എന്തൊക്കെ തപ്പുന്നതിനിടയിൽ ഒരു വെള്ള റോസ് കണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നമ്മളതങ്ങെടുത്ത് വെച്ചു. അറിയാലോ, എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്കും എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതും എനിക്ക് വളരെ അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടിയിട്ടുള്ളൊരു സാധനമായിരുന്നു. കാരണം എൻ്റെ ആദ്യത്തെ റൂം ഞാൻ ഫുൾ തീം മൂവി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അപ്പോഴെന്തോ ചെയ്തൊരു സംഭവമായിരുന്നു. ഇതിപ്പോൾ കൈ കിട്ടിയപ്പോൾ നമ്മുടെ വൈബായിട്ട് സെറ്റ് ആവുന്നുണ്ട്. ഈ സാധനം എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ട്രോഫിയുടെയൊക്കെ ആ ഒരു സംഭവം ഇല്ലേ, അത് തന്നെയാണ്. അത് ഞാൻ നൈസായിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ബുദ്ധിയൊക്കെ വിമാനമാണെന്ന് പറയില്ലേ, അതിനൊരു ഉത്തമ ഉദാഹരണമാണിത്. എന്നെ അറിയാവുന്നവർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നീ ഒരു സാധനത്തിൽ പോലും വെറുതെ വിടാറില്ലെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അടുത്തത് എന്താക്കി മാറ്റാന്നായിരിക്കും ഞാൻ മൊത്തത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കാറ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും വേസ്റ്റ് ആയിട്ടൊക്കെ പോകുന്നത് വളരെ ചുരുക്കമായിരിക്കും. ഈ സാധനം ഓർക്കുന്നുണ്ടോ? നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ആക്ച്വലി ഇത് വൈറ്റ് കളറായിരുന്നു. അപ്പോൾ നമ്മുടെ തീമിന് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ബ്ലാക്ക് ആക്കിയിട്ട് വൈറ്റ് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു ഗാർലൻഡ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് 2 ഗാർലൻഡ് ആക്കാമെന്ന്. ഈയിടെയായിട്ട് എൻ്റെ പ്ലാനിംഗ് ഒന്നും അങ്ങനെ തെറ്റാറില്ല. അപ്പോൾ രണ്ടാമത്തെ ഗാർലൻഡിൻ്റെ പ്ലാനും ഏകദേശം സക്സസ്ഫുള്ളി വിജയിച്ചിട്ടുണ്ട്. അടുത്ത ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ കളയേണ്ടി വരുമെന്നായിരുന്നു. പക്ഷേ അതിനും സൊല്യൂഷൻ സെറ്റാണ്. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം.
നെക്സ്റ്റ് പാർട്ട് ഉടനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.